ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് സോയാ മിൽക്ക് ഉണ്ടാക്കിയാലോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു മിൽക്കാണ് സോയാ മിൽക്ക്. നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ്റെ വേരിയേഷനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസിനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ഇതാണ് ഞാൻ രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനാണ്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നാട്ടിൽ സോയാ മിൽക്ക് പാക്കറ്റ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്ക് പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോയാബീൻസ് വാങ്ങിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ മുഴുവനായിട്ടിടുന്നില്ല, 2 തവണയായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് ഒന്നും വേണ്ട, ഏകദേശം നമ്മുടെ സോയാബീൻസിൻ്റെ അതേ അളവിൽ ഒഴിച്ചാൽ മതി. ഇനി ഇത് അരച്ചെടുക്കാം. ഇപ്പം കണ്ടോ, ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഓക്കെ, അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റെയിനർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തോർത്തോ അങ്ങനെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള മിൽക്കാണ് കണ്ടോ. അപ്പം ഞാനതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫുള്ളായിട്ട് അരച്ച് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിന് ശേഷം ഞാനൊന്നുകൂടെ ചെറിയ അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഈ ചണ്ടിയെല്ലാം കൂടെ എൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗമാണ്. ഇതൊന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലുള്ള മിൽക്കെല്ലാം ഇങ്ങോട്ട് പോന്നോളൂ. ഹായ്, അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാതെ ഇതുപോലെ യൂസ് ചെയ്യരുത്. കാരണം ഇത് അരച്ചെടുത്ത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചേരില്ല. ചിലർക്ക് അലർജി വരാം, വയറിന് അസ്വസ്ഥത ഉണ്ടാവും, ഛർദ്ദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറോളം നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കേണ്ട, എന്നാലും ഒരു അരമണിക്കൂർ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ കേട് കൂടാതെ ഇരിക്കുകയുള്ളൂ. പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും 2 കപ്പ്, അതായത് 2 ലിറ്റർ, 2 ലിറ്ററും കുറച്ച് കൂടുതലും ഉണ്ടാവും കേട്ടോ. ശരിക്കും ഞാൻ ഇത്രയും വേണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ തലേ ദിവസം ഇത് വെള്ളത്തിലിടാൻ വേണ്ടി പോകുന്ന നേരം ഉറങ്ങാൻ പോകുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചുണ്ട് സോയാബീൻസ് ഇരിക്കുന്നത്. ഞാൻ ആ പാത്രം തന്നെ എടുത്ത് വെള്ളം വെച്ച് ഞാൻ പോയി കിടന്ന്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഒരുപാടായിരിക്കുന്നത്. അപ്പോഴും ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല, സാറില്ല പോട്ടെ എന്ന് വിചാരിച്ച്. പാലെടുത്ത് നോക്കുമ്പോൾ ഒരുപാടായിപ്പോയി. സാരല്ലേ, നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മതി.
ഓക്കെ, ഇനി ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സോയാ മിൽക്ക് റെഡി ആയി ഇങ്ങനെ ഗ്ലാസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. എന്നെ കുടിച്ചോന്ന് പറഞ്ഞിട്ട് 1 മാസത്തേക്കുള്ളത് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇത്രേ കുടിക്കാൻ പാടുള്ളൂ, ഓവറായിട്ട് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവർ പാക്കറ്റ് വാങ്ങിയാലും മതി. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് ഒരു 30 വയസ്സിന് ശേഷം വരുന്ന ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഈസ്ട്രജനും ഇതൊക്കെ നമുക്ക് പോയി വാങ്ങിക്കൊണ്ടിരാൻ പറ്റില്ല. ഒന്നെങ്കിൽ ടാബ്ലറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക റെമഡീസ് ചെയ്യണം. അപ്പം ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഈ സോയാ മിൽക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് പച്ച കുടിക്കരുത്, പണി കിട്ടും. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.